കെട്ടുകഥ കസേരകളി. ഈ CPM എന്ന പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ അടിച്ചാൽ തിരിച്ചടിക്കണമെന്നാണ് മണി ആശാൻ പറയുന്നത്. തിരിച്ചടിച്ചത് നന്നായി എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ പാർട്ടിക്ക് കഴിയണം. അല്ലാതെ പ്രസംഗിക്കാൻ മാത്രം നടന്നാൽ പ്രസ്ഥാനം കാണില്ലെന്നാണ് ആശാൻ പറയുന്നത്. വെറുതെ അല്ല ആശാനെ സഹാക്കൾ ആശാൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഒരു 4 ആശാന്മാരുണ്ടെങ്കിൽ ഈ പാർട്ടിയുടെ കാര്യം ഒരു തീരുമാനമായേനെ. അടിച്ചാൽ തിരിച്ചടിച്ചില്ല, പ്രസ്ഥാനം നിൽക്കത്തില്ല. നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുക, പ്രതിഷേധിക്കുക, പ്രതിഷേധിക്കുന്നതിൽ തിരിച്ചടിക്കുക. പ്രതിഷേധിക്കുന്ന എന്തിനാണ്? ആളുകളെ നമ്മുടെ കൂടെ നിർത്താനാണ്. അടുത്താലടി പണിയും, ഞാൻ അടിച്ചാൽ തിരിച്ചടിക്കും. അടുത്താലടി പണിയും, ഞാൻ അടിച്ചാൽ തിരിച്ചടിക്കും. തിരിച്ചടിക്കുക, ആ ചെയ്തത് നന്നായി എന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം. അടിച്ചാൽ തിരിച്ചടിച്ചില്ലേ ഉണ്ടല്ലോ, കല്ലുകൊള്ളാൻ തന്നെ ആരും അടിച്ചാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യണം. തമാശല്ല. ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം നേരിട്ടടിച്ചിട്ടുണ്ട്. ഞാനൊക്കെ 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. നേരിട്ടടിച്ചിട്ടുണ്ട്, നേരിട്ട്. അല്ലാതെ ചുമ്മാ സൂത്രപ്പടി കൊണ്ട് പ്രസംഗിക്കാൻ നടന്ന പ്രസ്ഥാനം കാണുന്നില്ല. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? കഥകളി. നമ്മുടെ കാരണഭൂതൻ സഹാവിൻ്റെ നാട്ടിൽ കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസ് കത്തിച്ച് സഹാക്കൾ കോൺഗ്രസ്സുകാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. സെമി കേഡറായ കോൺഗ്രസിന് തിരിച്ചു കത്തിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല കേട്ടോ. കോൺഗ്രസിൻ്റെ 10 പിള്ളേർ വിചാരിച്ചാൽ CPM ഓഫീസ് നിമിഷം കൊണ്ട് കത്തിക്കും. പിന്നെ അത് ചെയ്യാൻ കോൺഗ്രസ് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയല്ല എന്ന് മാത്രം എന്നാണ് സുധാകരൻ പറയുന്നത്. ഇങ്ങനെ കത്തിച്ചാണ് ബംഗാളിലൊക്കെ CPMൻ്റെ ഓഫീസുകൾ കാലിത്തൊഴുത്തും വക്കീൽപുരയും ഒക്കെ ആയി മാറിയത് എന്ന് അടുത്ത ദിവസമാണ് വാർത്ത വന്നത്. അതുകൊണ്ട് തൽക്കാലം കാത്തിരിക്കാൻ സുധാകരേട്ടാ, ഇവിടെയും കാര്യങ്ങൾ റെഡിയാവും. ഞാൻ പിണറായി വിജയനോട് പറയുന്നു, അന്തസ്സുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ മാന്യത കാണിക്കാൻ ഇനിയും നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ കോൺഗ്രസ് പ്രസ്ഥാനം തയ്യാറെടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. നോക്കി നിൽക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ ഓഫീസുകളൊക്കെ നിങ്ങളിത് പൊളിക്കാൻ ഞങ്ങൾക്ക് 10 പിള്ളേരെ രാത്രി അയച്ചാൽ ഇതൊക്കെ പൊളിക്കാൻ പറ്റും. CPM ധരിക്കുന്നത് നിങ്ങളതൊന്നും പൊളിക്കാൻ കഴിയില്ല എന്നാണോ? പൊളിച്ച് കാണണമെന്ന് CPM-ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ പറയണോ? നാട്ടുകാരനെ ഓടി വരണേ, കടയ്ക്ക് തീ പിടിച്ചേ. നാട്ടുകാരനെ ഓടി വരണേ, കടയ്ക്ക് തീ പിടിച്ചേ. അക്രമത്തെ അക്രമം കൊണ്ട് നേരിടുക എന്ന രാഷ്ട്രീയം ഞങ്ങൾക്കില്ല. പക്ഷേ എങ്കിൽ പോലും അത് ആവശ്യമാണ്, അനിവാര്യമാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ ആവശ്യകതയുടെ മുമ്പിൽ ഞങ്ങൾ തലകുനിക്കില്ല എന്ന് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ആളുകളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. കഥകളി.